വെൽക്കം ടു കിച്ചൺ ഡയറീസ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിസയാണ്. നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം, അറിയാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പിസയാണ്. ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാവുന്നതാണ്. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അര ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ മിൽക്ക്, അര കപ്പ് ഇളം ചൂടുവെള്ളം, 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ഒരു ബൗളിലേക്ക് ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് അതിനകത്തേക്ക് ഇളം ചൂടുവെള്ളം ചേർത്ത് ബൗൾ കവർ ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കുക. ഒരു ബൗൾ എടുത്ത് അതിനകത്തേക്ക് 1 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ പാലും 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ചേർത്തതിന് ശേഷം 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ മിശ്രിതം ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി കൈകൊണ്ട് കുഴച്ചു എടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം കുറേശ്ശെയായി ചേർത്ത് കുഴച്ചെടുക്കുക. ഇതൊരു 5 മിനിറ്റ് നേരമെങ്കിലും നന്നായി കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെ മാവ് തയ്യാറാക്കുന്നതിലും കുറച്ച് അയഞ്ഞ പരുവത്തിൽ വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ബൗളിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് ഡോയിലും കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം ഡോ ബൗളിൽ ഒരു ലിഡ് കൊണ്ട് കവർ ചെയ്ത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ 2 മണിക്കൂർ മതി. അഥവാ തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ എടുക്കും. ചിക്കൻ കഷ്ണത്തിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഓയിൽ ചേർക്കുക. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർക്കുക. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അതുകൊണ്ട് അധികം എരിവും ഉണ്ടാവില്ല, നല്ല കളറും കിട്ടും. അതുകൊണ്ട് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇത് ഇഷ്ടപ്പെടും. ചിക്കൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ പിസ്സ സോസ് കൂടി തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലെങ്തി ആയി പോകുന്നത് കൊണ്ടാണ് ഇതിലത് ആഡ് ചെയ്യാതിരുന്നത്. നിങ്ങൾ അത് നോക്കി പിസ്സ സോസ് തയ്യാറാക്കിയതിന് ശേഷം പിസ്സ ഉണ്ടാക്കുക. നൂറ് ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷമാണ് അതിലേക്ക് മസാല മിക്സ് ചെയ്തെടുത്തത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി പിസ്സയ്ക്ക് വേണ്ട ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാം. പിസ്സ സോസ്, ഒലിവ് സ്ലൈസ്ഡ്, ഗ്രീൻ ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത്, യെല്ലോ ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത്, ഒരു ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത്, ഫ്രൈഡ് ചിക്കൻ, ക്രഷ്ഡ് ചില്ലി, മൊസറല്ല ചീസ്.
ഇപ്പോൾ നമ്മുടെ മാവ് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കുക. ചപ്പാത്തി കല്ലിലേക്ക് വെച്ച് നന്നായി കുഴച്ചതിന് ശേഷം അതിൽ കുറച്ച് മൈദ തൂവിയതിന് ശേഷം ഇത് നന്നായി പരത്തിയെടുക്കുക. അധികം നൈസാവാൻ പാടില്ല, കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഈ തിക്കിലാണ് ഞാൻ പരത്തിയെടുത്തത്. ഇനി ഒരു ബോട്ടിലിൻ്റെ അടപ്പ് ഉപയോഗിച്ച് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. മിനി പിസ്സ എന്ന് പറയുമ്പോൾ ഇത് ഇത്രയുള്ള വലിപ്പമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് എടുത്താലും മതി. നാല് മിനി പിസ്സയ്ക്കുള്ള ഡോയാണിത്. ബാക്കിയുള്ള ഡോ കൂടി നമുക്ക് പരത്തിയെടുക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ച് കുത്തിയെടുക്കുക. ഇത് പിസ്സ അധികം പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. പാൻ അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ പിസ്സയുടെ പരത്തിയെടുത്തത് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഈ തിക്കിലാണ് ഞാൻ ഇത് പരത്തിയെടുത്തത്. കുറച്ച് തിക്കുണ്ട് ഇതിന്. ഒരു ഭാഗം ആയതിനു ശേഷം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് നേരം മാത്രമേ ഞാനിത് ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ഒരു ചെറിയ നിറം മാറി തുടങ്ങുമ്പോൾ തന്നെ അടുപ്പിൽ നിന്ന് ഇത് ഇറക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ള മാവ് ഉപയോഗിച്ച് പിസ്സ കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി പിസ്സയുടെ സോസ് നമുക്ക് ചേർക്കാം. 1 ടീസ്പൂൺ പിസ്സ സോസ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിനുശേഷം മൊസറില്ല ചീസ് ആഡ് ചെയ്യുക. ഗ്രീൻ ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാണ് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തത്. അതിലേക്ക് ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർത്തു. അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് ചേർക്കുന്നുണ്ട്. ചിക്കൻ കഷ്ണങ്ങൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ ഇഷ്ടമാവും. അതുകൊണ്ട് കഴിയുന്നതും ചെറിയ ചെറിയ പീസ് നോക്കി കൂടുതൽ ചിക്കൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യുക. അതിനുശേഷം യെല്ലോ ക്യാപ്സിക്കം ഫിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് ബ്ലാക്ക് ഒലീവ്സ് സ്ലൈസ്ഡ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ നന്നായി മൊസറില്ല ചീസ് സ്പ്രെഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് എല്ലാം തയ്യാറായിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ചില്ലി ഫ്ലേക്സ് കുറേശ്ശെയായി വിതറുക. ഇനി ഒരു ദോശക്കല്ല് ഞാൻ അടുപ്പിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വെച്ച് ദോശക്കല്ല് നമ്മൾ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം നമ്മുടെ പിസ്സ ഇവിടെ ഫിൽ ചെയ്യുക. ഇപ്പോൾ
ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് തീ ഉള്ളത്. ഒരു മൂടി ഉപയോഗിച്ച് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ദോശക്കല്ല് എടുത്ത് മാറ്റി അത് ഇതിന് മുകളിലേക്ക് വെക്കുക. ആ വെജിറ്റബിൾസും ചീസും ഒന്ന് നന്നായി മെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായിട്ടുണ്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇപ്പോൾ അതാ നമുക്ക് നോക്കിയാൽ അറിയാം, അതിൻ്റെ മുകളിലുള്ള ചീസൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ആ ദോശച്ചട്ടി ഇതിന് മുകളിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ ചൂട് തട്ടിയിട്ടാണ് മുകളിലിരിക്കുന്ന ചീസെല്ലാം നന്നായി മെൽറ്റായി വന്നത്. ഇപ്പോൾ നമ്മുടെ അടിപൊളി മിനി പിസ്സ ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളെല്ലാം ഇത് വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.